Watch India's largest kids library only on Jio Hotstar. Download the app now. എന്താഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അത് നിങ്ങൾക്ക് തരും. ആയുഷ്മാൻ ഭവ. ഇതാ 1000 രൂപയുടെ ഒരു കല്ല്. എനിക്കൊരു ജോലി കിട്ടണം. കിട്ടുന്നതായിരിക്കും. എനിക്ക് ലോട്ടറി അടിക്കണം. അടിച്ചിരിക്കും. ശ്രേഷ്ഠനായ സ്വാമിക്ക് ജയ്. സ്വാമിക്ക് ജയ്. സ്വാമിക്ക് ജയ്. സ്വാമി എക്സ്ക്യൂസ് മീ, ഈ കാട്ടിൽ നിന്ന് ആരായി സംസാരിക്കുന്നത്? വിഷമിക്കേണ്ട ഭക്ത, അത് കാട്ടിലെ രാജാവാണ്. അദ്ദേഹം ഏത് മനുഷ്യന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കും. 1000 രൂപയുടെ ഈ കല്ല് വാങ്ങിച്ച് കാട്ടിലെ രാജാവിന് എറിഞ്ഞു കൊടുത്താൽ മതി. ബാക്കി അദ്ദേഹം നോക്കിക്കോളും. എന്റെയും പത്ലവിന്റെയും കൂട്ടുകെട്ട് ഒരിക്കലും പിരിയരുതേ. വിവരം കേട്ട ഭക്ത, ആദ്യം ഈ 1000 രൂപയുടെ കല്ല് വാങ്ങിക്ക്. എന്നിട്ട് അത് താഴെ കറിഞ്ഞ് നിന്റെ ആഗ്രഹങ്ങൾ ചോദിക്ക്. എന്നാലേ നടക്കൂ. പക്ഷെ സ്വാമി, എന്റെ കയ്യിൽ 1000 രൂപ എടുക്കാനില്ലല്ലോ. ഓ, എങ്കിൽ നിന്റെ ആഗ്രഹം തിരിച്ചേ നടക്കുള്ളൂ ഭക്ത. നിന്റെ കൂട്ടുകാരൻ നിന്നെ ഒരിക്കൽ പിരിഞ്ഞു പോകും. പിന്നെ എന്റെ അടുത്ത് കരഞ്ഞോണ്ട് വന്നേക്കരുത്, കേട്ടല്ലോ? ഇനി വരില്ല, ഒരിക്കലും വരില്ല. വാ മോട്ടോ, നീ എന്തിനാ ഈ ഉടായിപ്പ് സന്യാസിമാരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ? എവിടെ പോയി? ഇവിടെ ഒന്നും ഇല്ലല്ലോ. പോ, നിന്റെ ആഗ്രഹം തിരിച്ചേ നടക്കും. നിന്റെ കൂട്ടുകാരൻ നിന്റെ ഒരിക്കൽ പിരിഞ്ഞു പോകും. ഇല്ല, പത്ലവിനെ കാണുന്നില്ല. ഞാൻ ആ ശ്രേഷ്ഠ സന്യാസിയുടെ അടുത്ത് കല്ല് വാങ്ങിച്ചില്ല. പണി കിട്ടി. ഞാൻ ഇപ്പൊ തന്നെ പോയി ഒരു 1000 രൂപ എവിടുന്നേലും ഉണ്ടാക്കി ആ ശ്രേഷ്ഠ സന്യാസിയുടെ കൈ കൊടുക്കട്ടെ. ഞാനും മോട്ടും തമ്മിൽ ഒരു ബെറ്റ് വെച്ചിട്ടുണ്ട്. മോട്ട് പറയുന്നത് അവന്റെ സുഹൃത്തുക്കളെല്ലാം മണ്ടന്മാരാണെന്ന്. അവരെയെല്ലാം മണ്ടന്മാരാക്കി ആരുടെ അടുത്ത് വേണമെങ്കിലും പൈസ വാങ്ങിക്കാന്ന്. ഞാൻ പറഞ്ഞു ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ചിങ്കം സാർ, ഗസീറ്റർ റാം, ഡോക്ടർ ജഡ്ക, ഇവരെ പോലെ ബുദ്ധിയുള്ള ആളുകളെ ഒരിക്കലും മണ്ടന്മാരാക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ മോട്ടു എന്നോട് പറഞ്ഞു, നീ നോക്കിക്കോ, ഇന്ന് എല്ലാവരെയും ഞാൻ മണ്ടന്മാരാക്കി 1000 രൂപ വാങ്ങിക്കുമെന്ന്. എല്ലാരും ഇമോഷണലാക്കി വാങ്ങിക്കുമെന്ന്. അവരിതാ വരുന്നുണ്ട്. നിങ്ങൾ സൂക്ഷിച്ചിരുന്ന. ചിങ്കം സാറേ, പത്ലവിനെ കാണുന്നില്ല. എനിക്കിപ്പോ ഒരു 1000 രൂപയുടെ അത്യാവശ്യമുണ്ട്. ഒന്ന് വേഗം ആരെങ്കിലും തരൂ പ്ലീസ്. പത്ലുവിനെ കാണാതായിരുന്നു. അതേതായാലും നന്നായി അല്ലേ ഡോക്ടർ ജഡ്ക? പക്ഷേ സോറി, എന്റെ കയ്യിലാണെങ്കിൽ 1 രൂപ പോലും ഇല്ല. എന്റെ ചങ്ക്, എന്റെ ബ്രോ, വലിയ തമാശയാണല്ലോ നീ പറയുന്നത്. പത്ലുവിനെ കാണാതായെന്ന്. എന്റെ പൊന്നു മോട്ടു, പൈസ എന്റെ കയ്യിലും ഇല്ല ചങ്കേ. അല്ലെങ്കിൽ എന്റെ രോഗികളാണ് സത്യം. ഞാനിപ്പോ ഉറപ്പായിട്ടും തരില്ലായിരുന്ന മോട്ടു, അല്ലേ ഗസീട്ട്? പൊളിക്കടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് പത്ലുവിനെ കാണാതെയാവുന്നത്. തൽക്കാലം അവൻ കാണാതെ തന്നെ അങ്ങ് ഇരുന്നോട്ടെ. പതുക്കെ അവൻ തിരിച്ചു വന്നോളും. അതെ, എന്റെ കൂട്ടുകാരനെ കാണുന്നില്ലെന്ന്. നിങ്ങൾക്കത് കേൾക്കുമ്പോ തമാശയല്ലേ? എല്ലാം കള്ളവാ. എല്ലാവന്മാരും കള്ളവാ. നിങ്ങൾ എന്താ ഇത് പറയാത്തത്? എന്തുകൊണ്ടാ
നിങ്ങൾ എന്റെ കൂട്ടുകാരനെ കണ്ടുപിടിക്കാൻ എന്റെ കൂടെ നിൽക്കാത്തതെന്ന് വേഗം പറ. വേണ്ട. ഞാൻ അറിഞ്ഞു പത്രുവിനെ കാണാതായത്. ഇപ്പൊ നിനക്ക് പൈസയുടെ ആവശ്യമുണ്ടല്ലേ? നിന്റെ സ്ഥലത്ത് ഇപ്പൊ ഞാനായിരുന്നെങ്കിൽ വല്ല ബാങ്കും കൊള്ളയടിച്ച് പത്രുവിന് 7 മണി രക്ഷിച്ചേനെ. അതെ അതെ, ഞാനും അതിനെ ചെയ്യാൻ പോകുന്നത്. ഞാൻ എന്റെ കൂട്ടുകാരനെ രക്ഷിക്കുവാൻ വേണ്ടി എന്ത് വേണേലും ചെയ്യും. അതിപ്പോ ബാങ്ക് കൊള്ളയടിച്ചിട്ടാണേലും ശരി. ഇത് എന്നെ ആരാ ഇവിടെ കൊണ്ടിട്ടത്? ഹലോ ചിങ്കം സാർ, ഒരു അവസരം കൂടിയുണ്ട്. എനിക്കൊരു 1000 രൂപ മര്യാദയ്ക്ക് തരാൻ നോക്ക്. ഇല്ലെങ്കിൽ ഞാൻ ഫുർഫുറി നഗരത്തിലെ ബാങ്ക് കൊള്ളയടിക്കാൻ പോവാ. എന്റെ അമ്മോ, ഇത് കാര്യം ഇപ്പൊ സീരിയസ് ആവണല്ലോ. The name is ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. മോട്ടു, നിന്നെ ഇപ്പൊ പോലീസ് 4 ഭാഗത്തും വളഞ്ഞിരിക്കുകയാണ്. മര്യാദയ്ക്ക് സറണ്ടർ ആയിക്കോ. ഇല്ലെങ്കിൽ 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 എന്റെ അമ്മ വേണ്ട. എന്റെ അമ്മ വരുമ്പോ എല്ലാവർക്കും ഒരുമിച്ചങ്ങ് വന്നാ പോരെ. എന്തിനാ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്? സോറി സോറി, ഞാൻ അറിയാതെ ഒരു തമാശ പറഞ്ഞു പോയതാണ്. വേണ്ട. ഇവിടുത്തെ മാനേജർ ആരാണ്? ഞാനാണ് മാനേജർ. ഇന്നാ ഇതിൽ നിന്ന് 1000 രൂപ എടുത്ത് വേഗം എന്റെ കയ്യിലോട്ട് വെച്ചതാ. ബാക്കിയുള്ളത് നിങ്ങൾ തന്നെ വെച്ചോളൂ. 1000 രൂപയ്ക്ക് വേണ്ടിയാണോ ഇത്രയും കാണിച്ചത്? ലോക്കർ പൊട്ടിച്ചില്ലേ? എന്നോട് ചോദിച്ചിരുന്നേ ഞാൻ തരത്തില്ലായിരുന്നോ? അതെ, എന്റെ അടുത്ത കൂട്ടുകാർ പോലും തന്നില്ല. പിന്നെ ഞാൻ നിങ്ങളോടായിട്ട് എങ്ങനെയാ ചോദിക്കുക? സോറി മോട്ടു, സോറി. ആ ജോൺ എന്നെ പറഞ്ഞു പറ്റിച്ചതാണ്. അവൻ എന്നോട് പറയാണ് താൻ എന്നെ മണ്ടനാക്കി എന്റെ അടുത്ത് കാശ് വാങ്ങാൻ നോക്കുകയാണെന്ന്. അവൻ എന്നെ പൊട്ടനാക്കി ഇവിടുന്ന് ഓടിക്കളഞ്ഞു. വന്നേ, നമുക്ക് പോയി പത്ലൂനെ അന്വേഷിക്കാം. അതെ, ഞാൻ തിരിച്ചു വന്നു. എന്നെ അന്വേഷിച്ചു പോകേണ്ട ഒരാവശ്യമില്ല. പൊളിച്ചേ, എന്റെ പത്തില് നീ വന്നു. വരൂ, നമുക്ക് ചെന്ന ശ്രേഷ്ഠ സന്യാസിക്ക് 1000 രൂപ കൊടുത്ത് കല്ല് മേടിച്ച് കാട്ടിലേക്ക് എറിയാം. നീ പിന്നെയും മണ്ടനാവുകയാണോ? ആ സന്യാസി ഒരു ഉടായിപ്പാണ്. എനിക്ക് തോന്നുന്നത് അയാൾ തന്നെയാണ് എന്നെ കിഡ്നാപ്പ് ചെയ്ത് ആരുമില്ലാത്ത വീട്ടിൽ കൊണ്ടുപോയിട്ട് അടച്ചു പൂട്ടിയെന്ന. എനിക്കിപ്പോ മനസ്സിലായി. ആ സന്യാസി കള്ളൻ ജോണനെ ആയിരിക്കും. അവനാണ് നമ്മളെ പറഞ്ഞ് തെറ്റിച്ചത്, മൂട്ടിനാരും സഹായിക്കാതിരിക്കാൻ വേണ്ടി. വേഗം വാ, അവനെ നല്ലൊരു പാഠം പഠിപ്പിച്ചിട്ട് വരാം. ആദ്യം അവന്റെ കള്ളത്തരം പൊളിക്കാം. ആ കാട്ടിൽ നിന്ന് എങ്ങനെ സൗണ്ട് വരുന്നേന്നുള്ളത്. എന്റെ ലോട്ടറി അടിക്കണേ. അടിച്ചിരിക്കും, അടിച്ചിരിക്കും. ഈ കള്ള സന്യാസി ജനങ്ങളെ മുഴുവൻ വിഡ്ഢിയാക്കിയാണല്ലോ. അടിച്ചിരിക്കും, അടിച്ചിരിക്കും, നിർത്ത്, ഇനി നീയല്ല, ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞോളാം. ഇന്ന് കല്ലെടുത്തെറിഞ്ഞ് പ്രാർത്ഥിക്കേ. എനിക്ക് 10 കോടി രൂപ ലഭിക്കണം. തീർച്ചയായിട്ടും ലഭിക്കും. ആദ്യം ആ ശ്രേഷ്ഠ സന്യാസിയെ മുകളിലേക്ക് ഒരു 10 പ്രാവശ്യം എടുത്തിട്ട് ഭൂമിയിലേക്ക് ശക്തിയായി അടിക്ക്. വേണ്ട വേണ്ട, എന്തോ തെറ്റ് പറ്റിയതാ. രാജാവിനെന്തോ തെറ്റ് പറ്റിയതാ. വേണ്ട, എന്നെ തല്ലരുത്. ഒന്നുകൂടെ പ്രാർത്ഥിച്ചു നോക്ക്. എന്നെ ഇങ്ങനെ തല്ലിയത് കൊണ്ട് നിന്റെ ആഗ്രഹം നടക്കില്ല. നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. ശ്രേഷ്ഠ സന്യാസിക്ക് കുറെ പച്ചമുളക് തിന്നാൻ കൊടുക്കൂ. നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം സഫലമാകും.
നീ ഏതവനാണ് എന്നെ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുത്തുന്നത്? നമ്പർ 1, നീ എവിടെ പോയി കിടക്കുക? വേണ്ട. ഇനി വേണ്ട. ശ്രേഷ്ഠ സന്യാസിയെ എന്റെ അടുത്തേക്ക് കൊക്കയിലേക്ക് എറിയേ. എല്ലാവരുടെ ആഗ്രഹങ്ങളും സഫലമാകും. ഇന്ന് മുതൽ കല്ല് മേടിച്ചെറിയേണ്ട ഒരാവശ്യവും ഇല്ല. ആ സന്യാസിയെ എടുത്തെറിഞ്ഞാ മതി. ചിങ്കം സാറെ രക്ഷിക്ക്. എന്റെ പൊന്നു ചിങ്കം സാറെ എന്നെ രക്ഷിക്കൂ. എന്റെ അമ്മോ, ഒരു ശ്രേഷ്ഠ സന്യാസിയായ താങ്കൾ എന്റെ കാല് പിടിക്കല്ലേ. താഴത്തെ കാട്ടിലുള്ള രാജ നിങ്ങളെ വിളിക്കുന്നുണ്ട്. കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. ഇദ്ദേഹത്തിനെ കൊണ്ടുപോകൂ, അല്ലെങ്കിൽ രാജാവ് ഒരുപാട് വിഷമിച്ചു പോകും. അതെ, അയാളുടെ തലയ്ക്ക് എന്താ കുഴപ്പം പറ്റിയെന്നാ തോന്നുന്നത്. എന്റെ പൊന്ന് സാറേ, അതെന്റെ നമ്പർ 1, അല്ലാതെ രാജാവൊന്നും അല്ല സാറേ. ഞാൻ ജോണാ. ഈ ജോൺ ആയിരിക്കും ഡോൺ ആയിരിക്കും ജോൺ എന്ന് പറഞ്ഞു നടക്കുന്ന ജോൺ. നോക്ക്. ഈ ഉടായ്പ് സ്വാമിയെ അടിക്ക്. ഇവൻ നമ്മളെ എല്ലാരെയും മണ്ടന്മാരാക്കി. ദേ കണ്ടോ, നിന്റെ ശ്രേഷ്ഠ സന്യാസി ദേ ഓടി പോകുന്നു. ഇപ്പൊ മനസ്സിലായോ ഇങ്ങനെയുള്ള തട്ടിപ്പിലൊന്നും വീണു പോകാൻ പാടില്ലെന്ന്? Watch India's largest kids library only on Geo Hotstar. Download the app now.